യെസ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, ഞാൻ ചത്തിട്ടില്ല, ഇവിടെ തന്നെ ജീവനോടെ ഇരിക്കുന്നുണ്ട്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ വീണ്ടും അവതരിച്ചിരിക്കുന്നത്. അതിന് ഒരു കാരണമുണ്ട്. പടങ്ങളൊക്കെ സ്ഥിരം കണ്ടിരുന്നു, ബട്ട് വീഡിയോസ് നേടാൻ പറ്റത്തില്ല. പുതിയൊരു ജോലിയിലേക്ക് കയറി അതിൻ്റെ ഒരു സെറ്റ് ബാക്ക് സെറ്റായി വരണ്ടേ ആ ഒരു സംഭവം. ബട്ട് വാട്ട് എവർ, ഡൈവിങ് ഇൻ ടു ദ മാറ്റർ, ക്യാപ്റ്റൻ അമേരിക്ക ആൻഡ് ദി ബ്രേവ് ന്യൂ വേൾഡ്. എന്തൊരു പൊളപ്പൻ വൃത്തിയായിട്ട് പേരില്ലേ ഒരു സിനിമയ്ക്ക് ഇടാൻ പറ്റിയത്. അത് അവഞ്ചേഴ്സ് MCUവിൽ വരുന്ന ഒരു സിനിമ, ദി ബ്രേവ് ന്യൂ വേൾഡ്. സിനിമ കണ്ടതിന് ശേഷം ആ ഒരു പേരുമായിട്ട് യാതൊരു ബന്ധം പോലും എനിക്ക് ഫീൽ ചെയ്തില്ല ഗൈസ്. നിങ്ങൾക്ക് കണ്ടപ്പോൾ പോലും ഫീൽ ചെയ്തോ? ഇല്ല, എനിക്കറിയാം. എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കും ഫീൽ ചെയ്ത് കാണത്തില്ല. സോ ഗൈസ്, റിവ്യൂയിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങൾ ഈ ഒരു രംഗം ഓർമ്മ വരണം. ഇതിന് മുൻപ് ഈ ഒരു ആൻ്റണി മെക്കയ് എന്ന് പറയുന്ന നടൻ ക്യാപ്റ്റൻ അമേരിക്കയായിട്ട് അഭിനയിച്ച സിനിമയുടെ പേരായിരുന്നു ദി ഫാൽക്കൺ ആൻഡ് ദി വിൻ്റർ സോൾജർ. യെസ്, നിങ്ങൾ പറയും അത് ഓർമ്മിപ്പിക്കല്ലേ ഗൈസ്. അതിൻ്റെ ക്ലൈമാക്സ് സീന് ഒരു രംഗമുണ്ട്. ഇങ്ങനെ ഫുൾ മറ്റേ ടൈഡും ഏരിയയിലും സർഫ് എക്സലും കൂടെ ചേർത്തിട്ട് വെളുപ്പിച്ച ഒരു സ്യൂട്ടായിട്ട് ക്യാപ്റ്റൻ അമേരിക്കയിലെ ഷീൽഡ് ഇട്ടിട്ട് ഇതുപോലെ ഒരു കണ്ണടയും അതും ഫുൾ വൈറ്റായിട്ട് ലാൻഡ് ചെയ്ത് വരുന്ന ഒരു സീൻ. എന്നിട്ട് അങ്ങനെ ഒരു ഡയലോഗ് അവിടെ അടിക്കുന്നുണ്ട്. എന്ത് ഒരു കറമ്പൻ ഈ സ്യൂട്ട് ഇട്ടതുകൊണ്ട് നിങ്ങൾക്ക് പിടിച്ചില്ലേ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ഡയലോഗ് അങ്ങേര് പറയുന്നുണ്ട്. ഹൃദയം തൊന്ന് പറയാണ്, ഇഷ്ടപ്പെട്ടില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല ആ സീൻ. ഒരു കറമ്പൻ വന്നിട്ട് ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ് എടുത്തിട്ട് ക്യാപ്റ്റൻ അമേരിക്ക ഇനി മുതൽ എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെടില്ല. ആർക്കാണ് ഇഷ്ടപ്പെടുക? ഇതിൽ റേസിസം കുറേ മിക്സ് ചെയ്ത് കലർത്തുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ അവരോടൊക്കെ ചോദിക്കാനുള്ള ഒരു ഒറ്റ ചോദ്യം, ബ്ലാക്ക് പാന്തർ ആ ഒരു ക്യാരക്ടർ ഒരു വെളുമ്പൻ വന്ന് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇഷ്ടപ്പെടുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് ക്യാപ്റ്റൻ അമേരിക്ക. സ്റ്റീവ് റോജേഴ്സ് ആ ഒരു ക്യാരക്ടർ ഏറ്റവും അഡാപ്റ്റീവ് വേർഷൻ ക്രിസ് ഇവാൻസ് തന്നെയായിരുന്നു. ഇനി എൻ്റെ അഭിപ്രായത്തിൽ ഒരു സെക്കൻഡ് നടൻ വരുന്നുണ്ടെങ്കിൽ പൃഥ്വിരാജൊന്നുമല്ല, നമ്മുടെ ഹോംലാൻഡർ. യെസ്, ആ ഗഡിക്ക് പറ്റിയ സ്യൂട്ടാണ് ഗഡി. അങ്ങനെ ആ ഹോംലാൻഡർ ആ ഒരു ക്യാരക്ടറും ഈ ഒരു ക്യാരക്ടറും ഹാൻഡിൽ ചെയ്താൽ പോലും മിക്സ് ആവത്തില്ല, കൺഫ്യൂഷൻ വരത്തില്ല. അതിന് നല്ലൊരു പറ്റിയ ആക്ടർ അങ്ങനെ തന്നെയായിരുന്നു. എന്തോ ഡയറക്ടറിൻ്റെ ഒരു ഷാഡിയായിരുന്നു. ആൻ്റണി മെക്കയ് തന്നെ മതി. ഇനി വരാൻ പോണ അവഞ്ചേഴ്സ് സിനിമകളിലും ഇവൻ തന്നെ ആയിരിക്കും ക്യാപ്റ്റൻ അമേരിക്ക. ആൾ അടിവരിട്ട് പറയുന്നുണ്ട് അടുത്ത കൊല്ലം അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ആൻഡ് 2027 അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ്, അതിൽ ക്യാപ്റ്റൻ അമേരിക്ക ഇവൻ തന്നെ. സോ അവഞ്ചേഴ്സിൽ ആരൊക്കെ ഉണ്ടാവും എന്നുള്ളതൊന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങേര് ഡയറക്ടർ എടുത്ത് പറയുന്നതിന് ഞങ്ങൾക്ക് 10 വർഷത്തേക്കെങ്കിലും ഞാൻ ആൻ്റണി മെക്കയെ തന്നെ ക്യാപ്റ്റൻ അമേരിക്കയായിട്ട് ഉപയോഗിക്കും. ഈ അവിടെയൊക്കെ പോകണമെന്തോ പടം ഇതുവരെ ലാഭത്തിലെത്തിയിട്ടില്ല എന്നുള്ളതാണ് ന്യൂസ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ പടം ഇറങ്ങിയത് February 11th ആണ്. ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് February 20th-നാണ്. 20th-ന് ഒരു രാത്രി 12 മണി. ഓക്കെ, 20th ആയി വോട്ടെവർ. എന്നിട്ട് പടം ലാഭത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് നഗ്നമായ സത്യം. നൗ സ്പീക്കിംഗ് അബൌട്ട് ദ പ്ലോട്ട്, ഈ സിനിമയിൽ ക്യാപ്റ്റൻ അമേരിക്ക പ്രത്യേക റോളൊന്നുമില്ല. ഇതിൽ നമ്മുടെ തീഡിയസ് റോസ്, നമ്മുടെ ഇൻക്രെഡിബിൾ ഹൾക്ക് എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ആ മിലിറ്ററി ഗഡി ഉണ്ടല്ലോ, യെസ്, ആ ഗഡിയുടെ പേര് എന്തോ സംഭവമായിരുന്നു ആ നടൻ്റെ പേര്. അങ്ങേര് 2022 മരിച്ചുപോയി. ഫോർത്ത് നല്ല ഒരു ആക്ടറായിരുന്നു ഗഡി കക്ഷി. ആ ഒരു തീഡിയസ് റോസ് എന്ന് പറയുന്ന ക്യാരക്ടർ നല്ല അഡാപ്റ്റീവായിട്ട് അഭിനയിച്ച കക്ഷി പോയി. അതിന് പകരം സെലക്ട് ചെയ്ത നടനാണ് ഈ ഫോർഡിൻ്റെ ഒരു വിളയാട്ടെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ വളരെയധികം ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ഹൂ ഈസ് റെഡ് ഹൾക്ക്? എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് എന്താ പറയുക, വേറെ ഏതെങ്കിലും ഒരു വില്ലൻ നൈസായിട്ട് ഹൾക്കിൻ്റെ ബ്ലഡ് സാമ്പിൾ എടുത്തിട്ട് അവൻ്റെ ബ്ലഡ് ശരീരത്തിലേക്ക് കുത്തി വെച്ചു, അങ്ങനെ അവൻ റെഡ് ഹൾക്കായി മാറി എന്നുള്ളതൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ഊഹം. കാരണം ഞാൻ ഈ കോമിക് പുസ്തകങ്ങൾ അധികം ഒന്നും വായിച്ചിട്ടില്ല ഇതിനെ പറ്റിയിട്ടുള്ളത്. സോ ഒരു ഊഹം വെച്ചിട്ട് അങ്ങനെ സിനിമ കാണാൻ കയറി. പിന്നെ സിനിമയിൽ ഉടനീളം ക്യാമറ ആൻഡ് സ്റ്റോറി ഫോക്കസ് മൊത്തം റോസിൻ്റെ ചുറ്റുപറ്റി വന്നപ്പോൾ തന്നെ ഏകദേശം ഒരു ക്ലൂ കിട്ടി, ഇവൻ തന്നെയാണ്
ആൻഡ് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു ഭയങ്കര സ്റ്റോറിയാണ് എന്തുകൊണ്ടാണ് റോസ് റെഡ് ഹൾക്ക് ആവുന്നതെന്നുള്ളത്. ഊഫ് ഊഫ് എൻ്റെ പൊന്നോ, ഒരു കാരണങ്ങളെ ഒരു വില്ലന്മാരുണ്ടാവാനായിട്ട്. പക്ക കോമഡിയാണ് ഗൈസ് സിനിമ ഉടനീളം. ക്ലൈമാക്സിൽ ചുമ്മാ ഒരു എന്താ പറയുക, ഒരു എൻഡ് ക്രെഡിറ്റ് സീൻസിൽ വേറൊരു സീൻ കാണിക്കുന്നുണ്ട്. ബട്ട് എന്നെ ഏറെക്കുറെ സന്തോഷിപ്പിച്ച ഒരു കാര്യം, ഈ സിനിമയിൽ പ്രസിഡൻറ്റ് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, യെസ് വി നീഡ് ടു റീസ്റ്റാർട്ട് ദി അവഞ്ചേഴ്സ്, വീണ്ടും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം, ഭൂമിക്ക് അതിൻ്റെ അത്യാവശ്യകതയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടപ്പോൾ ആഹാ കൊള്ളാം, ഇതാണ് ഞാൻ കാത്തിരുന്ന സംഭവം. സോ അവൻ ഉറങ്ങണ്. ആഹാ അപ്പോൾ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു രംഗം. പിന്നെ ഇവർ വൈറ്റ് ഹൗസിലേക്ക് വരുന്ന ഒരു സീനുണ്ട്, അതിലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ഒരു പാട്ടുണ്ട്, എൻ്റെ പ്ലെയറിൻ്റെ പേര് ഞാൻ മറന്നു. ആ പാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഷസാം വെച്ചിട്ട് ഞാൻ ഒന്ന് റിക്കവർ ചെയ്തെടുത്ത് ആ പാട്ടെന്നുള്ളത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, താല്പര്യമുള്ളവർക്ക് കേൾക്കാം. പിന്നെ എൻ്റെ ക്രെഡിറ്റ് സീൻസിലേക്ക് വില്ലൻ വന്ന് പറയുന്നുണ്ട്, വേറെ കുറേ വില്ലന്മാരും കൂടി വരുന്നുണ്ട്, സോ ഒന്ന് കരുതിയിരുന്നോ എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. യൂഷ്വൽ പറ്റിക്കൽസ് അതൊക്കെ തന്നെ പടത്തിലുടനീളം ഉള്ളത്. യെസ്, ക്രിട്ടിക്സ് എല്ലാവരും പറഞ്ഞ ഒരു ഒറ്റ കാര്യം തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ബ്ലാക്ക് ഗൈ വെയറിങ് ദി ക്യാപ്റ്റൻ അമേരിക്ക സൂട്ട്. ആൻഡ് യെസ്, ആ വൈറ്റ് സ്യൂട്ടിനെ കുറിച്ച് പറയുമ്പോൾ, കഴിഞ്ഞ സിനിമയിൽ വൈറ്റ് സ്യൂട്ട് വെച്ച് നിർത്തിയ ഗഡി ഈ സിനിമയിൽ പിന്നെ തുടക്കത്തിൽ വരുന്നത് ബ്ലൂ ആൻഡ് റെഡ് സ്ട്രൈപ്സ് വെച്ചിട്ടാണ്. ആ വൈറ്റ് സ്യൂട്ട് അപ്പാടെ മാറ്റി കക്ഷി. ആ ക്രിട്ടിക്സ് ആ സമയത്ത് ആ സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ ഇഷ്ടംപോലെ ട്രോളുകൾ വാരി കൂട്ടിയ ഒരു സീനായിരുന്നു ആ ഒരു സ്യൂട്ട്. ഫുൾ വൈറ്റ്, വിങ്സ് വരെ വൈറ്റ് അടിച്ച ഒരു സംഭവം. ആൻഡ് ഈ സിനിമയിൽ VFX നല്ല അസലായിട്ട് ട്രോൾ ചെയ്തിട്ടുണ്ട്, ഇഷ്ടംപോലെ റിവ്യൂസ് പറഞ്ഞിട്ട്. ദാറ്റ് ഈസ് എന്താ പറയുക, 2022 അല്ലെങ്കിൽ 2019 ഇറങ്ങിയ VFX സ്റ്റാൻഡേർഡിലാണ് ഈ സിനിമയിൽ VFX ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇതിനൊക്കെ VFX വിളിക്കാമോ എന്ന് ഇഷ്ടംപോലെ ട്രോളുകൾ വേറെയും വാരി കൂട്ടിയിട്ടുണ്ട്. ബട്ട് എനിവേ, ആരാണ് നെക്സ്റ്റ് അവഞ്ചേഴ്സ് എന്നുള്ളത് ഐ ഡോണ്ട് നോ. തണ്ടർ ബോൾട്സ് ഇനി ഏപ്രിലോ മെയ്യിലോ എന്തോ റിലീസാവുന്നുണ്ട്. സോ അതിൽ വല്ല ക്ലൂ ഉണ്ടെങ്കിലായി. ദാറ്റ് ഈസ് ഓൾസോ മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദിസ് മൂവി. കാരണം അതാണ് കുറച്ചുകൂടി ആൻറ്റിസിപ്പേഷൻ കൂടുതലുള്ളത് കാണാനായിട്ട്. ഇതിലെ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ ഏകദേശം തീരുമാനമായി. ആൻ്റണി മെക്കീസ് ക്യാപ്റ്റൻ അമേരിക്ക. നിങ്ങളൊരു അവഞ്ചേഴ്സ് ഫാനാണെങ്കിൽ കണ്ടാലും ഇഷ്ടപ്പെടാൻ വലിയ സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. എന്നാലും കണ്ടേക്ക്. ഐ മീൻ, കഥ അറിയണമല്ലോ അങ്ങോട്ടൊക്കെ പോകണമെന്നുള്ളത്. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റിയത് ഈ സിനിമയെ പറ്റിയിട്ട്, യെസ്, എന്തിനെ കുറിച്ചിട്ടാണ് പ്ലോട്ട് എന്നുള്ളത് അത് കാര്യം പറഞ്ഞു. ആഡമാന്റിയം എന്ന് പറയുന്ന പുതിയ മെറ്റൽ കണ്ടുപിടിച്ചത് മറ്റൊന്നുമല്ല, നമ്മുടെ എറ്റേണൽ സിനിമ അവസാനിക്കുമ്പോൾ തിയാമ്പുത്ത് ആ സെലസ്റ്റിയൽ ബീങ്ങിനെ കൊല്ലുന്ന ഒരു സീനുണ്ടല്ലോ. സോ കക്ഷിയുടെ കൈയും തലയും മാത്രം ഇന്ത്യൻ ഓഷ്യനിൽ ഇങ്ങനെ പൊന്തി വരുന്ന ആ ഒരു സംഭവം. സോ അത് പൊന്തി വരുന്ന ഭാഗത്ത് ആ ഓഷ്യൻ കൺട്രോൾ ചെയ്യുന്നത് ജപ്പാനാണ്. സോ ഇവർ അത് പോയി ഒന്ന് എക്സാമിൻ ചെയ്തപ്പോൾ അതിൽ നിന്നൊരു പുതിയ മെറ്റൽ കിട്ടി. ആ പുതിയ മെറ്റലിൻ്റെ പേരാണ് ആഡമാന്റിയം. ആഡമാന്റിയം മെറ്റലിൻ്റെ പുറത്ത് ആൾക്കാർ തല്ലുകൂടണ്ട, അത് റെയർ മെറ്റലാക്കണ്ട. കാരണം വൈബ്രേനിയം പോലും റെയർ മെറ്റലാക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും തുല്യമായി അവകാശിച്ച് ആ സംഭവം, എന്നിട്ട് എല്ലാവർക്കും തുല്യമായ രീതിയിൽ വിധിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു അഗ്രിമെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി റോസ് നോക്കും. അപ്പോഴാണ് വില്ലൻ കയറി വരുന്നത്, മറ്റേത് വടിയൊക്കെ ആവുന്നത്. സോ പുതിയൊരു മെറ്റൽ കണ്ടുപിടിച്ചു ഗൈസ്. വക്കാൻഡിൻ്റെ വൈബ്രേനിയം ഇനി ഈ സിനിമയിൽ ആവശ്യമൊന്നുമില്ല എന്തായാലും. വേറെ പ്രത്യേകിച്ചും സിനിമയിൽ ഒന്നും ഫീൽ ചെയ്തില്ല. ഫോക്സ് സ്റ്റുഡിയോസിൻ്റെ ക്യാരക്ടേഴ്സ് അവരൊന്നും അപ്പീൽ ചെയ്തതുമില്ല. ഒരു വാക്കാലൊന്ന് പറയുക, വോൾവറിനെ കുറിച്ച് സംസാരിക്കുകയില്ല, ഡെഡ്പൂളിനെ കുറിച്ച് സംസാരിക്കുകയൊന്നും ഉണ്ടായില്ല. അങ്ങനെ പോയി. ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം, നമ്മുടെ മരിച്ചുപോയ കക്ഷിയുണ്ടല്ലോ, ഈ സ്റ്റോറിയൊക്കെ കണ്ടുപിടിച്ച സ്റ്റാൻലി, കക്ഷിനെ പറ്റി ഒരു സീൻ പോലും ഈ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. പൊതുവേ MCUവിലെ ഏത് സിനിമകളെടുത്താൽ പോലും കക്ഷിയുടെ പേര് എഴുതിയ ഒരു ബസ് എങ്കിലും കാണും. കാരണം ഡെഡ്പൂൾ ആൻഡ് വോൾവറിനിലുണ്ടായിരുന്നു. യെസ്, ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ സിനിമയിലുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു സീൻ.
അതിൻ്റെ ഒട്ടുമിക്ക മാവൽ സിനിമകളിലും അവരത് മറക്കാതെ ചെയ്യാറുള്ളതായിരുന്നു. ഈ സിനിമയിൽ എന്തോ അത് മറന്നുപോയി. വാട്ട് എവർ. പുതിയ ഡയറക്ടർ, പുതിയ കഥ, പുതിയ സ്ക്രിപ്റ്റ് ഏതിനും പിടിച്ച് കുനിച്ച് തീടിക്കുന്നു എനിക്ക് തോന്നിയത്. എന്തൊട്ട് വലിപ്പം ഡയലോഗാണെന്നറിയാം ക്ലൈമാക്സിൽ. മറ്റേ തന്നെ ഫാൽക്കൺ വേറെ അവിടുത്തെ വരുന്നുണ്ട്, വേറൊരു കുട്ടി വിശേഷം. നിങ്ങൾ പോയി കാണും, എന്നിട്ട് പറ എനിക്ക് ഫീൽ ചെയ്ത് തന്നെയാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ വാസ് കൈൻഡ് ഓഫ് ഡിസപ്പോയിൻറ്റഡ്. എന്നിരുന്നാലും MCU ആയതുകൊണ്ട്. പക്ഷേ ഈ MCUവിൽ ഈ ഫിലിംസ് കണ്ടിട്ട് ഏറെക്കുറെ DC ഫാനായി മാറി. ആൻഡ് സൂപ്പർമാൻ ഇറങ്ങുന്നുണ്ട്, ഐ തിങ്ക് ദിസ് ഇയർ ജൂലൈ. യെസ്, ഉറങ്ങരുത്. യെസ്, അതും ഇഷ്ടംപോലെ ട്രോളുകൾ വാരിക്കൂട്ടിയ ഒരു ട്രെയിലർ തന്നെയായിരുന്നു ജെയിംസ് ഗണ്ണിൻ്റേത്. പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് ഗോണ ബി ആൻ എൻറ്റയർലി ന്യൂ ചേഞ്ച്. സൂപ്പർമാൻ എപ്പോഴും 6 പാക്ക് ആപ്സ് ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കില്ലാത്തതുകൊണ്ടൊന്നല്ല, എന്തായാലും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിന് വെറുതെ ആവശ്യമില്ലല്ലോ. അടുത്ത റിവ്യൂവിൽ കാണാം. അതുവരെയ്ക്ക് ഈ പടം പോയി കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ പറ, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും പറഞ്ഞേക്ക്.